എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അങ്ങനെ നമ്മൾ കണ്ടു ചന്ദ്രമതിയും ഭാമയും കൂടെ ശ്രീകാന്തിനെ കാണാനായിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് രേവതി ഫിനാൻഷ്യറെ കാണാനായിട്ട് ചെല്ലുന്നേ. അങ്ങനെ കാണാൻ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് ഫിനാൻഷ്യറെ കാണുന്നൊക്കെ പറയാം. പക്ഷെ അയാള് സമ്മതിച്ചില്ല. അയാള് പറഞ്ഞു എനിക്കിപ്പോ സമയമില്ലെന്ന് പറയാണ്. അയാള് തന്റെ കൂട്ടാളിയോട് പറഞ്ഞു അവളുടെ വരവ് എന്തിനാന്നറിയാം, എന്റെ കാല് പിടിക്കാൻ വേണ്ട. അവന് വണ്ടി കിട്ടണം സച്ചിക്ക്, അതിനു വേണ്ടിയിട്ട് അവൻ വീട്ടിലിരുന്നിട്ട് അവളെ പറഞ്ഞു വിട്ടിരിക്കാം. എനിക്കിപ്പോ അവളെ കാണാൻ മനസ്സിലെന്ന് പറയണം. പിന്നീട് അയാൾ വന്നിട്ട് പറഞ്ഞു അതെ സാറ് കുറച്ച് തിരക്കില്ല, ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറയാം. രേവതി പറഞ്ഞു എനിക്ക് കാണാൻ പോകാൻ പറ്റില്ലെന്ന് പറയാം. ഇവിടെ ഇരുന്നിട്ട് കാര്യമൊന്നും ഇല്ല പെങ്ങളെ, നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്കാൻ പറയണം. ഇല്ല കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവിടെ ഒരേ ഇരിപ്പിരിക്കുകയാണ്. ഈ സമയത്ത് ഇതൊന്നും അറിയില്ലാതെ സച്ചി തന്റെ ജോലി നോക്കുകയാണ്. സച്ചിക്ക് അറിയില്ല രേവതി ഇങ്ങനെ ഫിനാൻഷ്യറെ കാണാൻ പോകുന്ന കാര്യമൊക്കെ. കാരണം അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി ഒരിക്കലും അത് സമ്മതിക്കത്തുമില്ല. രേവതിക്ക് അതറിയാം. അതുകൊണ്ടാണ് സച്ചിയോട് രേവതി അതിനെക്കുറിച്ച് പറയുക പോലും ചെയ്യാത്ത. കാരണം അഭിമാനം വിട്ട് ഒരു കളിക്ക് സച്ചി തയ്യാറാവില്ലെന്നുള്ള കാര്യം രേവതിക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നീട് ഭാമയും ചന്ദ്രമതിയും കൂടെ ശ്രീകാന്തിനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ശ്രീകാന്ത് ഇങ്ങോട്ട് വരുന്നതാണ്ട്. പെട്ടെന്ന് ഇവരെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് വണ്ടി നിർത്തി നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഓടി വരുവാണ്. അമ്മയെന്നും വിളിച്ചിട്ട് അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി മകനെ കെട്ടിപ്പിടിക്കണം. എന്നിട്ട് പറഞ്ഞു എന്ത് കോലമാണ് നിന്റെ, നീ എന്താ നേരമണ് ഫുഡൊന്നും കഴിക്കുന്നില്ലേ നീക്കുക. ഞാൻ കഴിക്കുന്നുണ്ട് മോനെന്ന് പറയണം. അപ്പത്തേക്കും ഭാമ ഇച്ചിരങ്ങ് നീങ്ങിന്നു. അമ്മയും മകനും കൂടെ അല്ലേ, അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടായിരിക്കുമല്ലോ എന്നോർത്തങ്ങ് നിൽക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു എന്നാലും നിനക്ക് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോടാ, ഞങ്ങളെല്ലാം നീ മറന്നുപോയല്ലേ. എന്നെ ഓർക്കണ്ട, നിന്നെ അച്ഛനെങ്കിലും നിനക്ക് ഓർക്കാൻ പാടില്ലായിരുന്നു ചോദിക്കുക. അത് പിന്നെ അമ്മേ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടിയിരുന്ന, അവൾക്ക് വേറെ കല്യാണം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേറെ നിവൃത്തിയില്ലാതെ ഞാൻ ചെയ്താന്ന് പറയാണ്. എന്തായാലും നിനക്ക് നിന്റെ അമ്മയോടൊരു വാക്ക് പറയാൻ മേലായിരുന്നോ, ഞാൻ എതിർക്കുമായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അമ്മ ആ സമയത്ത് അങ്ങനെയൊന്നും തോന്നിയില്ല അമ്മ ചെയ്യാനായിട്ട്, പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു. പിന്നെ ഇതിനകത്ത് രേവതി ഏട്ടത്തിന് നിരപരാധി കേട്ടോ, ഏട്ടത്തിന് വെറുതെ വഴക്ക് പറയേണ്ടെന്ന് പറയണം. അവളെ വഴക്ക് പറയേണ്ട പോലും ഞാനൊന്നും പറയണില്ല എന്ന് പറയണം. ഇല്ലമ്മേ ഏട്ടത്തി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, എല്ലാം ചെയ്ത് ഞാനും വർഷയും കൂടെ ചേർന്നാന്നൊക്കെ പറയുന്നുണ്ട്. അല്ല മോനെ വർഷം എന്തേന്ന് ചോദിക്കുക, അവൾ ഡബിൾ സ്റ്റുഡിയോയിലേക്ക് പോയമ്മേന്ന് പറയണം. നീ എന്താ ഇങ്ങനെ മെലിഞ്ഞു പോയല്ലോ എന്ന് പറയാം. അത് കുഴപ്പമില്ല, എനിക്ക് അമ്മയ്ക്കറിയാലോ ഞാൻ ഇതുവരെ ഇത്രയും ദിവസം ഇങ്ങനെ മാറി നിന്നിട്ടൊന്നുമില്ല, ആദ്യമായിട്ടല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു അതൊക്കെ അറിയാന്ന് പറയണം. ഒരു കാര്യം ചെയ്യ, നീ വീട്ടിലേക്ക് വരാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് പറഞ്ഞു എങ്ങനെ അമ്മ ഞാൻ വീട്ടിലേക്ക് വരുന്നത്, ഞാൻ തന്നെ വരാനായിട്ടോ, അത് നടക്കത്തില്ല. എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണാ വർഷ, അപ്പൊ അവളെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് തന്നെ വീട്ടിലേക്ക് വരാൻ പറ്റുമോന്ന് ചോദിക്കാം. നീ തന്നെ വരുന്ന കാര്യമല്ല പറഞ്ഞേ, നീ അവളെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാ മതി എന്ന് പറയണം. അല്ല അവളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അച്ഛൻ വീടിനകത്തേക്ക് കയറ്റും തോന്നുന്നുണ്ടോ, സച്ചേട്ടൻ കയറ്റും തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ തന്നെ സച്ചേട്ടന് അവളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് റെസ്റ്റോറന്റ് വന്ന് എന്നെ തല്ലിന്ന് പറയണേ. റെസ്റ്റോറന്റ് വന്ന് തല്ലിയോ? അതെ എന്റെ പൊന്നെ, അവന് ഭ്രാന്ത് പിടിച്ച് നടക്കുക, അവന്റെ മുന്നിലെങ്ങും ചെന്ന് പെട്ടുകൊടുത്തേക്കരുത് അറിയാലോ, അല്ലെങ്കിൽ തന്നെ അവന് ഒരു ബോധം ഇല്ലാത്തവനാ. ഇനി അവന്റെ മുന്നിൽ ചെന്ന് പെട്ടുകൊടുത്തിട്ട് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. അതൊക്കെ അറിയാമേ, സച്ചേട്ടൻ തല്ലിയിലൊന്നും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, സച്ചേട്ടൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അച്ഛനെ, അതുകൊണ്ടാ. പക്ഷെ അച്ഛനിങ്ങനെ അവസ്ഥ വന്നുകൊണ്ടാ എനിക്ക് വിഷമം പറയാം. അത് ശരിയാന്ന് പറയണം. അപ്പോഴേക്കും ഭാമ വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ തന്നെ മാറി താമസിക്കേണ്ടതല്ല, നിങ്ങൾ വീട്ടിലേക്ക് വരാൻ പറയാണ്. വരണമെന്നുണ്ട് ആന്റി, പക്ഷെ അച്ഛന്റെ കണ്ടീഷൻ ഓർത്തിട്ടാ ഞാൻ കാരണമുള്ള അച്ഛന് ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നേ. ഇനിയും തിരിച്ച് ഞാൻ കാരണം എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ ഭാമയോടായിട്ട് ചന്ദ്രപതി പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഭാമേ, ആദ്യം നമുക്ക് രവിയേട്ടനോട് ചോദിച്ച് സമ്മതമൊക്കെ വാങ്ങാന്ന് പറയണം. അത് ശരിയാ, പക്ഷെ ഒരു കാര്യമുണ്ടമ്മേ, ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സച്ചേട്ടൻ ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കാം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, ഞാൻ എല്ലാവരോടും സംസാരിക്കാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നീ വർഷയോടും ചെന്ന് പറ, വർഷേനെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാം. ഈ സമയം ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി. ആ സമയത്ത് രവീന്ദ്രൻ എന്ത് ചെയ്യണം, രവീന്ദ്രൻ അടുക്കളയിൽ ഇന്ന് ഫുഡ് കഴിക്കാറോ, ഇപ്പൊ വിശക്കുന്നില്ല, കാര്യം പറഞ്ഞ മരുന്ന് കഴിക്കണ്ട, ഇപ്പൊ വിശക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ഓർത്തോണ്ട് നേരെ ഹാളിലേക്ക് വരുവാണ്. പക്ഷെങ്കിൽ രവീന്ദ്രൻ അറിയത്തില്ല ആ സാമ്പാറിനകത്ത് പല്ലി ആടിക്കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം. കാരണം ചന്ദ്രമതിയും ഭാമയും ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അത് മൂടിപ്പെറുക്കി വെക്കാതെയാ പോയത്. അപ്പൊ അതിനകത്തേക്കൊരു പല്ലി വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും രവീന്ദ്രനോട്ട് അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ രവീന്ദ്രൻ തിരിച്ച് ഹാളിൽ വന്നിരിക്കുകയാണ്. ആ സമയം രേവതിയുടെ കോള് വരുവാണ് രവീന്ദ്രന്.
രവീന്ദ്രനെ വിളിച്ചിട്ട് അച്ഛ ഫുഡ് കഴിച്ചെന്ന് ചോദിക്കാം. ഇല്ല മോളെ എന്ന് പറയാണ്. അതെ അച്ഛൻ നേരത്തെ ഫുഡ് കഴിക്കണം കേട്ടോ, എനിക്ക് ഇപ്പൊ ഇവിടുന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ മോളെ നല്ല തിരക്കാണോന്ന് ചോദിക്കും. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടച്ചാ, അതുകൊണ്ട് ഇപ്പൊ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറയാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാ വരുവുള്ളെന്ന് പറയാണ്. അച്ഛൻ നേരത്തെ ഫുഡ് എടുത്ത് കഴിക്കണം, അത് തന്നെയല്ല അച്ഛന് മരുന്ന് കഴിക്കാനുള്ളതല്ലേന്ന് ചോദിക്കാം. അതൊക്കെ ഞാൻ കഴിച്ചോളാം, മോൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി, എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയണം. അച്ഛാ വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് മെഡിസിൻ കഴിക്കാൻ മറക്കരുത്, അതൊക്കെ ഞാൻ കഴിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കോള് കട്ട് ചെയ്യാണ്. ഇച്ചിരി കഴിഞ്ഞിട്ട് കഴിക്കാം എന്നുള്ള ചിന്തയിൽ അവിടെ ഇരിക്കുവാണ്. പിന്നീട് രേവതി അവിടെ ഇരിക്കുവാണ്. രേവതി കുറെ സമയം ഇരുന്ന് കഴിഞ്ഞിട്ട് വിളിക്കുന്നില്ല. അപ്പത്തേക്കും അതിനകത്ത് ഒരാളും കൂടെ ഇറങ്ങി വന്നു, അവിടുത്തെ സ്റ്റാഫ്. പെട്ടെന്ന് രേവതി എന്നിട്ട് പറഞ്ഞു, അല്ല അത് പിന്നെ ഉണ്ടല്ലോ, എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കണം. നിങ്ങളോടല്ലേ പറഞ്ഞു പോവാനായിട്ട്, എത്ര വട്ടം പറയണം പോവാനായിട്ട്, എന്നിട്ട് ഇതുവരെയായിട്ട് നിങ്ങൾക്ക് പോവാറായില്ലെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യമാ, എനിക്ക് കാണാതെ പോകാൻ പറ്റില്ലെന്ന് പറയണം. അന്നാ നിങ്ങളിവിടെ കുത്തിപ്പിടിച്ചിരിക്കുക, ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു പറയണം. രേവതിക്ക് കാര്യം പറഞ്ഞ് വിശക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ രേവതി അതൊന്നും കാര്യമാക്കില്ല. രേവതിന്റെ മനസ്സറിയ സച്ചിയുടെ മുഖമായിരുന്നു. സച്ചി അവിടെ നിന്ന് കാറ് കഴുകുന്നേ. പാവ സച്ചിയേട്ടൻ, തനിക്ക് വേണ്ടിയിട്ടാളോ ഇത്ര കിടന്ന് കഷ്ടപ്പെട്ടെ, താനിത് കണ്ടില്ലെന്നും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല. അങ്ങനെ രേവതിയോടെ കാത്തു കിട്ടിയിരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞു. കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് വരുവാണ്. അങ്ങനെ ഇറങ്ങി പോകാൻ സമയത്ത് രേവതി ഓടിയും കൂടി ചെല്ലുവാണ്. രേവതി എന്നിട്ടോടെ, സാറേ അതെ ഞാൻ സച്ചേന്റെ ആ കാറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഫിനാൻഷ്യൽ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്ന് പറയാം. അങ്ങനെ പറയല്ലോ സാറേ, ആ കാർ സച്ചേട്ടന് തന്നെ തിരികെ കൊടുക്കണം, സച്ചേട്ടൻ പാവാന്ന് പറയണം. അവനാണോ പാവം? നല്ല പണിയായിപ്പോയി, അവൻ പാവാന്ന് ആര് പറയുന്നു? അതൊന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയണം. അവനിവിടെ വന്ന് എന്താ ചെയ്തെന്നറിയാവോ, എന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചു, അതും എന്റെ സ്റ്റാഫുകളൊക്കെ നോക്കി നിൽക്കുന്ന സമയത്ത്. അവനെ ഞാൻ ഇനി പാവമായിട്ട് കണക്ക് കൂട്ടണല്ലേന്ന് ചോദിക്കണം. അത് പിന്നെ അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തായിരിക്കും, കാരണം സച്ചേട്ടൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാ, അതുകൊണ്ടാന്ന് പറയണം. അവൻ അച്ഛനെ ജീവനാണെങ്കിൽ അവൻ നോക്കണം. അതിന് എന്റെ കൊണ്ടുവന്ന് പൈസ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. അതും പോരാഞ്ഞിട്ട് അവൻ വന്നിരിക്കുന്നു. പണയം വെക്കാൻ എന്തേലും ഉണ്ടോന്ന് ചോദിച്ചപ്പോ അതും അവന്റെ കയ്യിലില്ല. അത് പിന്നെ വീടിന്റെ ആധാരം അച്ഛന്റെ കയ്യിലായി പോയി, അത് സച്ചേട്ടൻ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചാന്ന് പറയണേ. ഇനിയിപ്പോ കൂടുതൽ നിങ്ങളൊന്നും പറയണ്ടെന്ന് പറയണം. സാറേ എങ്ങനെയില്ല കാർ തിരികെ കൊടുക്കണമെന്ന് പറയാം. കാർ തിരികെ കൊടുക്കാനായിട്ട് അതെ എന്നെ വന്ന് വെല്ലു വിളിച്ചിട്ട് പോയാലും ഞാൻ കാറ് തിരികെ കൊടുക്കണം. നിനക്ക് നാണമുണ്ടോ? അവൻ നിങ്ങളെ പറഞ്ഞു വിട്ടായിരിക്കും അല്ലേ? അയ്യോ അല്ല സാറ്, ഒരിക്കലും അല്ല, സച്ചേട്ടൻ പറഞ്ഞു വിട്ടിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാം. നിങ്ങൾ കൂടുതൽ ഇവിടെ നിന്ന് ലാഭം അടിക്കണ്ട, പോവാൻ നോക്കാൻ പറയാണ്. ഇനിയിപ്പൊ നിങ്ങൾ എത്ര എന്റെ കയ്യെ കാലെ പിടിച്ചാലും ഞാൻ കാറ് കൊടുക്കാൻ തയ്യാറാവില്ലെന്ന് പറയണം. രേവതിക്ക് സങ്കടമായി, വല്ലാത്തൊരു വിഷമത്തിൽ രേവതി നിൽക്കണം. ഈ സമയം അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യാം, അവനോട് വന്ന് എന്റെ കാലെ കയ്യെ പിടിക്കാൻ പറ, എന്റെ കാലെ വീഴും മാപ്പെരുക്കുവാണെങ്കിൽ അവന് ഞാൻ കാറ് കൊടുക്കാം, അല്ലാതെ ഞാൻ കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം. ഇത് കേട്ടത് രേവതിക്ക് വല്ലാത്ത വിഷമം. രേവതി സാറ് അങ്ങനെയൊന്നും പറയില്ലെന്ന് പറയണം. കൂടുതലൊന്നും പറയാതെ പോ, എനിക്ക് സമയമില്ല നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങോട്ടേക്ക് കാറ് കയറി അങ്ങോട്ട് പോവാണ്. രേവതിക്ക് വല്ലാത്ത വിഷമേ, രേവതി വല്ലാത്ത സങ്കടപ്പെട്ട് നിൽക്കുക. ഇനി എന്ത് ചെയ്യും? വീട്ടിലേക്ക് പോകാനും പറ്റില്ല. സച്ചേന്റെ ഒരു ജോലി ഇല്ലാതെ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? എല്ലാവരുടെ മുന്നിൽ അപമാനിതനായിട്ട് നിൽക്കേണ്ടി വരും. കാറ് കഴുകുന്ന ജോലിയാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് അമ്മയാണെങ്കിലും ശ്രുതിയൊക്കെയാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ ഇവിടുന്ന് പോകാനും പറ്റത്തില്ല. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് രേവതി അങ്ങനെ നിൽക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രേവതി അവിടെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ആ ലേഡി സ്റ്റാഫ് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അവരെ കണ്ടതും രേവതി അവരുടെ അടുത്ത് നിന്നിട്ട് അല്ല എനിക്ക് സാറിന്റെ ഒന്നുകൂടെ കാണാമെന്ന് പറയാ, അവരുടെ വീട് എവിടെയാന്ന് അറിയാമെന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവർ പറഞ്ഞു എന്തിനാന്ന് ചോദിക്കുക, എനിക്ക് സാറിന്റെ വീട്ടിൽ പോയി കണ്ടൊന്ന് സംസാരിക്കാനെന്ന് പറയാം. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം, നേരെ അങ്ങോട്ട് പോയാൽ മതി, വഴി പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു പക്ഷെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും സാറിന് ചിലപ്പം ഒരു മനമാറ്റം ഉണ്ടായേക്കോന്ന് പറയണം. വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയണം. അങ്ങനെ രേവതി അവരോട് നന്ദി പറഞ്ഞ് നേരെ അങ്ങോട്ട് പോകാൻ തുടങ്ങുവാണ്. ആ സമയത്ത് രവീന്ദ്രന് പതുക്കെ വിശക്കാൻ തുടങ്ങി. മെഡിസിനൊക്കെ കഴിക്കേണ്ടതല്ലേ, അന്നെങ്കിൽ പോയി ഫുഡ് എടുത്ത് കഴിക്കാം എന്ന് കരുതിയിട്ട് അടുക്കളയിലേക്ക് പോവാണ്. അടുക്കളയിൽ പോയി ഒരു പാത്രത്തിനകത്തേക്ക് ചോറെടുത്തു, പിന്നെ കറിയൊക്കെ എടുക്കുവാണ്. ആ സമയം രവീന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കറിക്കകത്ത് പല്ലി വീണിട്ടുണ്ടായിരുന്നു. കാരണം ചന്ദ്രമതി ഒപ്പിച്ചു വെച്ചൊരു പണിയാണ്. ചന്ദ്രമതി ആ കറിയൊന്നും മൂടാതെ വെച്ചോണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നീട് ആഹാരം എടുത്തുകൊണ്ട് നേരെ ടേബിളിലേക്ക് വരുവാണ്. അങ്ങനെ ആഹാരത്തിനകത്തേക്ക് കൈയിട്ട് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിച്ചു. ഈ സമയത്ത് ആരാ? ഓ, ചന്ദ്രമതിയൊക്കെ പോയിട്ട് തിരികെ വന്നായിരിക്കും ഒരു പക്ഷേങ്കില്, അതോ ഇനിയിപ്പം രേവതി മോളാണോ എന്നോർത്തോണ്ട് രവീന്ദ്രൻ നേരെ പോയി കഥ തുറക്കുകയാണ്. കഥ തുറക്കുമ്പോഴത്തേനും സച്ചിയാണ് വരുന്നത്. ആ സച്ചിനെ കണ്ട് നീ എന്താണ് നേരത്തെ വന്നേ, ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട്? ആ ജോലി നേരത്തെ തീർന്നു, ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം. ആണോ, എന്നാ പോയി നീ ഫുഡ് എടുത്തോണ്ട് വാ, നമുക്ക് കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് ഇരിക്കുകയാണ് കഴിക്കാനായിട്ട്. ഈ സമയം ഇതൊന്നും അറിയാൻ സച്ചി നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് ഫുഡ് എടുക്കാനായിട്ട്. ഫുഡ് എടുത്തോണ്ട് നേരെ കഴിക്കാനായിട്ട് അങ്ങോട്ട് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മള്
നാളെ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ. അപ്പൊ എല്ലാം മറക്കാതെ കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.